Dear students, welcome to the online class of social science. In our previous class, we discussed about new chapter, that is India towards new era. So today we have to move with other topics in this chapter. First of all, we have to discuss about the important reform movements and leaders who initiated them. Okay, ഇന്ത്യയിലെ നിലനിന്നിരുന്ന ഇന്നീക്വാലിറ്റീസിനെ കുറിച്ചും അതേപോലെ തന്നെ സോഷ്യൽ ഇവൽസിനെ കുറിച്ചുമൊക്കെയാണ് പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇതിലൊക്കെ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഇടപെട്ടിട്ടുള്ള നവോത്ഥാന നായകന്മാരെക്കുറിച്ചും അവരുടെ പ്രസ്ഥാനങ്ങളും അവർ തുടക്കം കുറിച്ച പ്രസ്ഥാനങ്ങളെക്കുറിച്ചുമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. സാമൂഹിക അനാചാരങ്ങൾക്കെതിരെയും സാമൂഹിക ഉന്നമനത്തിന് വേണ്ടിയും പ്രവർത്തിച്ച പ്രധാന വ്യക്തികളെയും അതേപോലെ തന്നെ അവർ തുടക്കം കുറിച്ച പ്രസ്ഥാനങ്ങളെക്കുറിച്ചും നമ്മൾ എന്ത് ചെയ്യാണ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പം അതിൽ ആദ്യത്തെ ലീഡർ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് ശ്രദ്ധിക്കുക. രാജാറാം മോഹൻ റോയ്, who gained a Western education, strongly condemned the evil practices like sati and child marriage that prevailed in India. His campaign against sati persuaded Lord William Bentinck, the British Governor General, to abolish sati. He founded Brahma Samaj to propagate his ideology and gave the message that the ideals of all religions are basically the same. He strongly believed a caste system to be the major source of disparity in Indian society. He is known as the father of Indian Renaissance. Okay, അപ്പം പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ രാജാറാം മോഹൻ റോയ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന പല അനാചാരങ്ങളെയും ശക്തമായി എതിർത്തു. ഹി കണ്ടംഡ് the evil practices like sati and child marriage that prevailed in India. ഓക്കെ, അപ്പം നേരത്തെ സൂചിപ്പിച്ചു നമ്മൾ പല അനാചാരങ്ങളെയും എതിർത്തിട്ടുണ്ട്. അത്തരം അനാചാരങ്ങളിൽ വരുന്ന സതി അതേപോലെ തന്നെ ശൈശവ വിവാഹം എന്നീ അനാചാരങ്ങൾക്കെതിരെ അദ്ദേഹം ശബ്ദമുയർത്തുകയുണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, ഹിസ് ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് സതി പെർസ്യൂഡഡ് ലോർഡ് വില്യം ബെൻറ്റിക്, ദ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ, ടു അബോളിഷ് സതി. ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന വില്യം ബെൻറ്റിക് പ്രഭു ആണ് സതി നിരോധിച്ചത്. ഇതിന് പ്രധാന കാരണം രാജാറാം മോഹൻ റോയിയുടെ പ്രവർത്തനങ്ങളായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായിട്ടാണ് നമ്മുടെ വില്യം ബെൻറ്റിക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു നടപടി കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചത്. ഓക്കെ, ഹി ഫൗണ്ടഡ് ബ്രഹ്മ സമാജ് ടു പ്രൊപ്പഗേറ്റ് ഹിസ് ഐഡിയോളജി ആൻഡ് ഗേവ് ദ മെസ്സേജ് ദാറ്റ് ഐഡിയൽസ് ഓഫ് ഓൾ റിലീജിയൻസ് ആർ ബേസിക്കലി ദ സെയിം. മാത്രമല്ല, തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം എന്ന സംഘടന സ്ഥാപിച്ചു. അദ്ദേഹം അടിസ്ഥാനപരമായി എല്ലാ മതങ്ങളും ഒന്നാണെന്നുള്ള പൊതു സന്ദേശം പ്രചരിപ്പിക്കുകയും ചെയ്തു. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടമെന്നാണ് രാജാറാം മോഹൻ റോയ് വിശ്വസിക്കുന്നത്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ് രാജാറാം മോഹൻ റോയ് അറിയപ്പെടുന്നത്. ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ റെനൈസൻസ്. അപ്പോൾ രാജാറാം മോഹൻ റോയെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കുക. അദ്ദേഹം തുടക്കം കുറിച്ച പ്രസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം, ബ്രഹ്മസമാജമാണ്. മാത്രമല്ല, അദ്ദേഹം ബേസിക്കലി അദ്ദേഹം വിശ്വസിച്ചിരുന്നത് എല്ലാ മതങ്ങളും ഒന്ന് തന്നെയാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതേപോലെ തന്നെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജാതി സമ്പ്രദായമാണ് നമ്മുടെ ഇന്ത്യക്കാർക്കിടയിൽ അനൈക്യത്തിൻ്റെ കാരണമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന വിശേഷണം കൂടെ ഉള്ള വ്യക്തിയാണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ വ്യക്തിയിലേക്ക് പോകാം. രണ്ടാമത്തെ ലീഡറിലേക്ക്. ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതി വാസ് ദ ലീഡർ ഓഫ് ഇന്ത്യൻ റെനൈസൻസ് who attacked caste system and condemned idol worship. To disseminate his ideology, he founded Arya Samaj. He gave the call, go back to Vedas. ജാതി വ്യവസ്ഥയും അതേപോലെ തന്നെ വിഗ്രഹാരാധന, അതാണ് ഐഡൽ വേർഷിപ്പ് എന്ന് പറയുന്നത്, വിഗ്രഹാരാധനയെയും എതിർത്ത ഒരു നവോത്ഥാന നായകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി അദ്ദേഹം ആര്യസമാജം എന്ന സംഘടന രൂപീകരിച്ചു. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു ആഹ്വാനമുണ്ട്, അതാണ് വേദങ്ങളിലേക്ക് മടങ്ങുക. ഹി ഗേവ് ദ കോൾ, ഗോ ബാക്ക് ടു വേദാസ്. ഇത് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ആഹ്വാനമാണ്. ഓക്കെ, അപ്പോൾ ഓർമ്മിച്ച് വെക്കുക, സ്വാമി ദയാനന്ദ സരസ്വതി തുടക്കം കുറിച്ച പ്രസ്ഥാനം ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലുണ്ടാകണം. അതിനു മുമ്പ് രാജാറാം മോഹൻ റോയിയുടെ ബ്രഹ്മസമാജം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദയാനന്ദ സരസ്വതി ആര്യസമാജമാണ് തുടക്കം കുറിച്ച പ്രസ്ഥാനം. അദ്ദേഹം എതിർത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥ,
അതേപോലെ തന്നെ വിഗ്രഹാരാധന. ഓക്കെ, ഹീ കണ്ടംഡ് ദ കാസ്റ്റ് സിസ്റ്റം ആൻഡ് ഓൾസോ ദ ഐഡൽ വർഷിപ്പ്. അത് കൃത്യമായിട്ട് മനസ്സിലേക്ക് വെക്കുക. ഓക്കെ, ദെൻ നമുക്ക് മൂന്നാമത്തെ ലീഡറിലേക്ക് പോവാം. മൂന്നാമത്തെ ലീഡർ ജ്യോതിറാവ് ഫുലെ. ജ്യോതിറാവ് ഫുലെ. Jyotirao Phule condemned caste system and promoted widow remarriage. He argued that free and compulsory education should be provided to children up to 12 years and gave primary concern to the education of the weaker section and women. For this purpose, he founded Satya Shodak Samaj. അപ്പം ജ്യോതിറാവ് ഫുലെ വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്ത വ്യക്തിയാണ്. അതുമാത്രമല്ല 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന വാദിച്ചൊരു വ്യക്തിയാണ് ജ്യോതിറാവ് ഫുലെ. ഓക്കെ, ഹി ആർഗ്യൂഡ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഷുഡ് ബി പ്രൊവൈഡഡ് ടു ചിൽഡ്രൻ അപ് ടു 12 ഇയേഴ്സ് ആൻഡ് ഗേവ് പ്രൈമറി കൺസേൺ. മുഖ്യ പരിഗണന കൊടുത്തത് ആർക്കാണ്? ടു എഡ്യൂക്കേഷൻ ഓഫ് ദി വീക്കർ സെക്ഷൻ ആൻഡ് വുമൺ. സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്നവർ, അതേപോലെ തന്നെ സ്ത്രീകൾ, ഇവർക്കാണ് അദ്ദേഹം മുഖ്യമായ പരിഗണന കൊടുത്തത്. ഫോർ ദിസ് പേർപ്പസ് ഹി ഫൗണ്ടഡ് സത്യശോധക് സമാജ്. ഈ ആവശ്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് അദ്ദേഹം തുടങ്ങിയ പ്രസ്ഥാനമാണ്, സംഘടനയാണ് ഏതെന്ന് പറയുന്നത് സത്യശോധക് സമാജ്. ഓക്കെ, ഇതാണ് ജ്യോതിറാവ് ഫുലെയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ലീഡറാണ് പണ്ഡിത രമാബായി. പണ്ഡിത രമാബായി. Pandita Ramabai founded Aryas Mahila Sabha, an organization for the uplift of women. She fought against the social inequalities faced by women and worked tirelessly for women's education and the empowerment of widows. പണ്ഡിത രമാബായി സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചു. അപ്പം ആര്യ മഹിളാ സഭയാണ് പണ്ഡിത രമാബായി സ്ഥാപിച്ച സംഘടന എന്ന് പറയുന്നത്. സ്ത്രീകൾ അനുഭവിക്കുന്ന സാമൂഹിക അസമത്വങ്ങൾക്കെതിരെ, സോഷ്യൽ ഇനീക്വാലിറ്റീസ്, അതാണ് സാമൂഹ്യ അസമത്വങ്ങൾക്കെതിരെ പോരാടിയിട്ടുണ്ട്. അതുമാത്രമല്ല വിധവകളുടെ ഉന്നമനത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടിയിട്ടും പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് ആര്? പണ്ഡിത രമാബായി. ഓക്കെ, ദെൻ നോക്കൂ സർ സെയ്ദ് അഹമ്മദ് ഖാൻ. സർ സെയ്ദ് അഹമ്മദ് ഖാൻ led the movement for the spread of modern education among Muslims. He established Mohammedan Anglo-Oriental College at Aligarh that later became the famous Aligarh Muslim University. One of his remarks on the Hindu-Muslim unity is given below. Both Hindus and Muslims breathe the air of India, drink the water of Ganga and Yamuna. We both feed upon the products of Indian soil. We are together in life and death. അപ്പം മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയത് അഹമ്മദ് ഖാനാണ്. അതുപോലെ തന്നെ മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചതും ഇദ്ദേഹമാണ്. ഈ മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജാണ് പിന്നീട് വളരെ പ്രസിദ്ധമായ അലിഗഡ് മുസ്ലിം സർവകലാശാലയായിട്ട് മാറിയത്. അതുമാത്രമല്ല ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ പ്രസിദ്ധമാണ്. അതിങ്ങനെയാണ്: ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തുമാണ് ജീവിക്കുന്നത്. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ്. അപ്പോൾ ഇങ്ങനെ വളരെ പ്രശസ്തമായിട്ടുള്ള ആശയങ്ങളാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം പ്രധാനമായിട്ടും ഓർമ്മിക്കേണ്ടത് ആംഗ്ലോ ഓറിയൻ്റൽ കോളേജാണ്. അത് പിന്നീട് എന്തായി മാറിയിട്ടുണ്ട്, വളരെ പ്രശസ്തമായ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയായി മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട റിമാർക്സ് ഓൺ ഹിന്ദു മുസ്ലിം യൂണിറ്റി ഈസ് ബോത്ത് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ബ്രീത്ത് ദ എയർ ഓഫ് ഇന്ത്യ, അല്ലേ, ദെൻ ദേ ഡ്രിങ്ക് വാട്ടർ ഓഫ് ഗംഗ ആൻഡ് യമുന, വി ബോത്ത് ഫീഡ് അപ്പോൺ ദ പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യൻ സോയിൽ, വി ആർ ടുഗെദർ ഇൻ ലൈഫ് ആൻഡ് ഡെത്ത്. ഓക്കെ, ദിസ് ഇസ് ദ ഇമ്പോർട്ടൻറ്റ് റിമാർക്സ് that is represented by Sir Syed Ahmad Khan on the unity of Hindu and Muslim. Okay, the next Swami Vivekananda. Adutha leader Swami Vivekananda. Swami Vivekananda fought against caste inequalities and promoted education among women. He gave emphasis to the universal brotherhood and remarked for our own motherland a junction of the two great systems, Hinduism and Islam, is the only hope. He was the disciple of Sir Sri Ramakrishna Paramahamsa. He founded the Ramakrishna Mission to propagate the teachings of his master.
The mission established several educational institutions all over India. He played an important role in awakening the nationalistic feelings and self-respect among Indians. നമ്മൾ ശ്രദ്ധിക്കുക, സ്വാമി വിവേകാനന്ദ ഫോർട്ട് അഗെയിൻസ്റ്റ് കാസ്റ്റ് ഇനീക്വാലിറ്റീസ് ആൻഡ് പ്രൊമോട്ടഡ് എഡ്യൂക്കേഷൻ എമംഗ് വുമൺ എന്നാണ് പറഞ്ഞത്. ജാതീയമായ ഉച്ചനീചത്വങ്ങളെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഒരു പരിഷ്കർത്താവായിരുന്നു സ്വാമി വിവേകാനന്ദൻ. അതുമാത്രമല്ല, he gave emphasis to the universal brotherhood and remarked for our own motherland, a junction of the two great systems, Hinduism and Islam, is the only hope. അതേപോലെ തന്നെ വിശ്വസാഹോദര്യത്തിന് ഊന്നൽ കൊടുത്ത അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെടുകയുണ്ടായി. എന്താണ് അദ്ദേഹം പറഞ്ഞത്? വിശ്വസാഹോദര്യത്തിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തത്. അദ്ദേഹം അങ്ങനെ പറഞ്ഞൊരു കാര്യമാണ്, മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൻ്റെയൊക്കെ കൂടിച്ചേരലാണ് മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും അതേപോലെ ഇസ്ലാമികതയുടെയും കൂടിച്ചേരൽ, അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ എന്നാണ് അദ്ദേഹം പങ്കുവെച്ച ഒരു കാര്യം. അതേപോലെ തന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസൻ ആയിരുന്നു സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു. ഓക്കെ, അപ്പം ഡിസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേരാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ, അതാണ് അദ്ദേഹത്തിൻ്റെ ഗുരു. ഓക്കെ, അത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടനയാണ് ഇത്, രാമകൃഷ്ണ മിഷൻ. അപ്പം ഡിസിപ്പിൾ ഓഫ് സ്വാമി വിവേകാനന്ദൻ is Sri Ramakrishna Paramahamsan, and also the organization that established by Swami Vivekanandan was Sri Ramakrishna Mission. അത് ഓർമ്മിച്ച് വെക്കാം. ഓക്കെ, അദ്ദേഹം സ്ഥാപിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എന്ത് ചെയ്യാനാണ്? അതാണ് ഈ ആശയങ്ങൾ അദ്ദേഹം എന്ത് ചെയ്യാൻ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, ഈ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ രാജ്യത്തുടനീളം ധാരാളം വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. അതേപോലെ തന്നെ ഇന്ത്യക്കാരിൽ ദേശീയബോധവും ആത്മാഭിമാനവും ഉണർത്തുന്നതിൽ വിവേകാനന്ദൻ്റെ പ്രവർത്തനങ്ങൾ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഓക്കെ, ദ മിഷൻ എസ്റ്റാബ്ലിഷ്ഡ് സെവറൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൾ ഓവർ ഇന്ത്യ. ഹി പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അവേക്കനിങ് ദ നാഷണലിസ്റ്റിക് ഫീലിംഗ്സ് ആൻഡ് സെൽഫ് റെസ്പെക്ട് എമംഗ് ഇന്ത്യൻസ്. അപ്പോൾ ഇന്ത്യക്കാർക്കിടയിൽ ദേശീയബോധവും ആത്മാഭിമാനവും ഉണർത്തുന്നതിൽ വിവേകാനന്ദൻ്റെ പ്രവർത്തനങ്ങൾ വളരെയധികം പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ പ്രധാനപ്പെട്ട റിനൈസൻസ് ലീഡേഴ്സിനെ പറ്റിയാണ് പറഞ്ഞത്. അവർ സ്ഥാപിച്ചിട്ടുള്ള ഓർഗനൈസേഷൻസ് ആൻഡ് ഓൾസോ ദർ കോൺട്രിബ്യൂഷൻസ് ഓക്കെ അഗെയിൻസ്റ്റ് ദി സോഷ്യൽ എവൽസ് ഇൻ ഇന്ത്യ. ഓക്കെ, സോ ആരൊക്കെയാണ്? രാജാ റാം മോഹൻ റോയ്, സ്വാമി ദയാനന്ദ സരസ്വതി, ജ്യോതിറാവ് ഫുലെ, പണ്ഡിത രമാഭായ്, സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആൻഡ് സ്വാമി വിവേകാനന്ദൻ. ഇത്രയും പേരുടെ കാര്യങ്ങളാണ് നമ്മളിപ്പം ചർച്ച ചെയ്തത്. നെക്സ്റ്റ് നിങ്ങൾക്കൊരു ഹോംവർക്കാണ്, കംപ്ലീറ്റ് ദ ടേബിൾ. ഓക്കെ, ആ ടേബിൾ നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് ക്ലാസ് കണ്ടതിന് ശേഷം എൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് എന്ത് ചെയ്യുക, അയച്ചു തരിക. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. ദ ചേഞ്ചിങ് പീപ്പിൾ. ഓക്കെ, the leaders of the social reform movement contributed to develop a vision emphasizing the universal brotherhood based on humanism that stood beyond caste and religion. ജാതിക്കും മതത്തിനും അതീതമായി മാനവികതയിൽ ഊന്നിക്കൊണ്ടുള്ള വിശ്വസാഹോദര്യത്തിൻ്റെ കാഴ്ചപ്പാട് ഇന്ത്യക്കാരിൽ വളർത്തിയെടുക്കാൻ സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. All the reformers gave emphasis to the importance of education and established educational institutions. എല്ലാ പരിഷ്കർത്താക്കളും വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം ഊന്നിപ്പറഞ്ഞു. അവർ പുതിയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. ദിസ് ഇൻ ടേൺ ആക്സിലറേറ്റഡ് ദ പ്രോഗ്രസ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇത് തീർച്ചയായിട്ടും ഇന്ത്യയിൽ വിദ്യാഭ്യാസ പുരോഗതിക്ക് കാരണമായി എന്നതിൽ തർക്കമൊന്നുമില്ല. They remained Indians of their rich cultural heritage and thereby developed self-respect and national pride. അതേപോലെ തന്നെ പരിഷ്കർത്താക്കൾ ഇന്ത്യയുടെ പൈതൃകത്തെക്കുറിച്ച് നമ്മളോട് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് സ്വന്തം രാജ്യത്തെക്കുറിച്ചുള്ള അഭിമാനബോധവും ആത്മവിശ്വാസവും ഇന്ത്യക്കാരിൽ വളർത്തിയിട്ടുണ്ട്. ഓക്കെ, ദേ റിമൈൻഡഡ് ഇന്ത്യൻസ് ഓഫ് ദ റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ്. നമ്മൾ ഇന്ത്യക്കാരെ റിമൈൻഡ് ചെയ്യുന്നുണ്ട്. എന്താണ് അവർ റിമൈൻഡ് ചെയ്യുന്നത്? നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആൻഡ് ബൈ ഡെവലപ്ഡ് സെൽഫ് റെസ്പെക്റ്റ് ആൻഡ് നാഷണൽ പ്രൈഡ്. സെൽഫ് റെസ്പെക്റ്റ് അതിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ നാഷണൽ പ്രൈഡ്, ഇത് രണ്ടും നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളത് ഉണ്ടാക്കാനും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്വന്തം രാജ്യത്തെക്കുറിച്ചുള്ള അഭിമാനബോധവും ആത്മവിശ്വാസവും ഇന്ത്യക്കാരിൽ വളർത്തിയിട്ടുണ്ട്. ഓക്കെ,
Thus, the social reformers played a major role in awakening the Indians. അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായും പറയാൻ പറ്റും, ഇന്ത്യൻ ജനതയിൽ പുതിയ ഉണർവ് സൃഷ്ടിക്കുന്നതിൽ സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് വലിയ പങ്കുണ്ട് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ സോഷ്യൽ റിഫോമേഴ്സിൻ്റെ റോള് ഒന്നുകൂടി ഊന്നി പറയുകയാണ് ഈ ഒരു ടോപ്പിക്കിൽ. ഓക്കെ, അവരുടെ സംഭാവനകളൊക്കെ നമ്മൾ മുകളിൽ കണ്ടിട്ടുണ്ട്. അപ്പം അത് ഏതൊക്കെ രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ജനതയിൽ മാറ്റം ഉണ്ടാക്കിയത്, നമ്മുടെ പീപ്പിൾസിൽ എങ്ങനെയൊക്കെയാണ് ഈ മാറ്റം കൊണ്ടുവന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ജനങ്ങൾക്ക് എങ്ങനെ ഈ മാറ്റങ്ങൾ ഉണ്ടായി എന്നതാണ് ഇപ്പോൾ ഈ പോയിൻ്റിനകത്ത് നമ്മൾ ചർച്ച ചെയ്തത്. നെക്സ്റ്റ്, എമർജൻസ് ഓഫ് നാഷണലിസം. എമർജൻസ് ഓഫ് നാഷണലിസം, ദേശീയബോധം വളരുന്നു. ദ ഡിഫറെൻറ്റ് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ് ആൻഡ് ദർ ലീഡേഴ്സ് whom we discussed instilled a new spirit among Indians. We have also discussed the political and economic conditions of the period in the previous chapters. Can you recollect them? അപ്പോൾ എന്താ പറയുന്നത്, നാം ഇതുവരെ ചർച്ച ചെയ്ത സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും അവയുടെ നായകന്മാരുടെയും പ്രവർത്തനങ്ങൾ ഇന്ത്യക്കാരിൽ പുതിയ അവബോധം സൃഷ്ടിച്ചു. അക്കാലത്ത് ഇന്ത്യയിൽ രൂപപ്പെട്ട രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതുമാണ്. എന്തൊക്കെയാണ് അങ്ങനെ നിലനിന്നിരുന്ന രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അതൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്രോഡീകരണമാണ് നമ്മളിവിടെ ദേശീയബോധം വളരുന്നു, അല്ലെങ്കിൽ എമർജൻസ് ഓഫ് നാഷണലിസം, ദേശീയബോധം വളരുന്നു എന്ന ഹെഡിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം നിലനിന്നിരുന്ന പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻസ് അത് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കുന്നത്. ഈ പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ കോൺട്രിബ്യൂഷൻ്റെ ഭാഗമായിട്ട്, സോഷ്യൽ റിഫോമേഴ്സിൻ്റെ ഇടപെടലിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞു വന്ന രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ്, ദ ബ്രിട്ടീഷ് കോൺഗേർഡ് പ്രിൻസിലി സ്റ്റേറ്റ്സ് ആൻഡ് യൂണിഫൈഡ് ഇന്ത്യ പൊളിറ്റിക്കലി. ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ കീഴ്പ്പെടുത്തി ഒറ്റ ഭരണത്തിന് കീഴിലാക്കി രാഷ്ട്രീയമായി ഇന്ത്യയെ ഏകീകരിച്ചു. അപ്പം ഒരൊറ്റ ഭരണത്തിന് കീഴിലാക്കി ഇന്ത്യയെ മാറ്റുന്നൊരു പ്രവണത നമ്മൾ കണ്ടു. ദെൻ സെക്കൻഡ് ആണ്, ദ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദി ബ്രിട്ടീഷ് ഗവൺമെൻറ് ക്രിയേറ്റഡ് എൻ ആൻറ്റി ബ്രിട്ടീഷ് ആറ്റിറ്റ്യൂഡ് അമംഗ് ഇന്ത്യൻസ്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ചൂഷണം ഇന്ത്യക്കാരിൽ പൊതുവേ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം വളർത്തി. അപ്പോൾ നമ്മൾ ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തെ പറ്റിയൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതൊക്കെ രൂപത്തിലാണ് ചൂഷണം ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ, അതിലേക്ക് പോകുന്നില്ല. ആ ഒരു ക്രൂരത, ആ ഒരു ചൂഷണം ഇന്ത്യക്കാരിൽ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം വളർത്താൻ കാരണമായിട്ടുണ്ട്. Then third, the spread of English education and the development in transport and communication brought the people together. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനവും ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങളുടെ വളർച്ചയും വിവിധ ജനവിഭാഗങ്ങളെ ഒരുമിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. നാലാമത്തത്, the strategies adopted by the British to suppress the first war of Indian independence created a national consciousness and made people think that they belong to the same country. മാത്രമല്ല, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്തുവാൻ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച മാർഗങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നിപ്പിക്കുവാനും ഒരു രാജ്യത്തിൽ ഉൾപ്പെട്ടവരാണെന്നുള്ള ബോധം ഉണ്ടാക്കുവാനും സാധിച്ചു. എന്തൊക്കെ നിറകെട്ട പ്രവർത്തനങ്ങളാണ്, എന്തൊക്കെ ക്രുവാലിറ്റീസാണ് ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യക്കാർക്കെതിരെ ചെയ്തത് നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ചാപ്റ്ററിൽ. അപ്പം ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളെ ഒന്നിപ്പിക്കുവാനുള്ള ഒരു കാരണമായിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു രാജ്യത്തിൽ ഉൾപ്പെട്ടവരാണെന്നുള്ളൊരു ബോധം ജനങ്ങളിലേക്ക് എത്തിക്കാനും അതിലൂടെ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ദ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ കണ്ടീഷൻസ് ഓഫ് ദാറ്റ് പീരീഡ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ഒരു ഭാഗം ജവഹർലാൽ നെഹ്റുവിൻ്റെ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ചെറിയൊരു ഭാഗം അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ച് നോക്കിയിട്ട് അതൊന്ന് പറയാം. ഓക്കെ, ദ മൗണ്ടെയിൻസ് ആൻഡ് റിവേഴ്സ് ഓഫ് ഇന്ത്യ ആൻഡ് ദ ഫോറസ്റ്റ് and the broad fields which gave us food were all dear to us. But what counted ultimately were the people of India, people like them and me, who were spread out all over this vast India. Bharat Mata, Mother India was essentially these millions of people, and victory to her meant victory to these people. You are parts of this Bharat Mata. I told them, you are in a manner yourselves Bharat Mata, and as this idea slowly soaked into their brains and their eyes would light up as if they had made a great discovery. Jawaharlal Nehru, The Discovery of India. അപ്പോൾ എന്താ പറയുന്നത്, ദ മൗണ്ടെയിൻസ് ആൻഡ് റിവേഴ്സ് ഓഫ് ഇന്ത്യ ആൻഡ് ദ ഫോറസ്റ്റ് ആൻഡ് ബ്രോഡ് ഫീൽഡ്സ് വിച്ച് ഗേവ് അസ് ഫുഡ് were all dear to us. But what counted ultimately were the people of India, people like them and me, who were spread out all over this vast land.
ഇന്ത്യയിലെ പർവ്വതങ്ങളും നദികളും അതേപോലെ വനങ്ങളും നമുക്ക് ഭക്ഷണം തരുന്ന വിശാലങ്ങളായ വയലുകളും എല്ലാം നമുക്ക് പ്രിയപ്പെട്ടവ തന്നെയാണ്. പക്ഷേ എല്ലാറ്റിലും ഏറെയായി ഗണിക്കേണ്ടത് അല്ലെങ്കിൽ പരിഗണിക്കേണ്ടത് ഇന്ത്യയിലെ ജനതയെയാണ്. അവരെയും എന്നെയും പോലുള്ള ആളുകൾ അവരാകട്ടെ ഈ പരന്ന നാട്ടിലെ മുഴുക്കെ വ്യാപിച്ചു കിടക്കുകയും ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ത്യയിൽ വളരെയധികം വ്യാപിച്ച് കിടക്കുന്ന ജനതയ്ക്ക് പരിഗണന കിട്ടണമെന്നാണ് ജവഹർലാൽ നെഹ്റു പറയുന്നത്. ഓക്കെ, പിന്നെയോ ഭാരത് മാതാ മദർ ഇന്ത്യ വാസ് എസെൻഷ്യലി ദീസ് മില്യൻസ് ഓഫ് പീപ്പിൾ ആൻഡ് വിക്ടറി ടു ഹർ മെൻറ്റ് വിക്ടറി ടു ദീസ് പീപ്പിൾ. സാരമായി നോക്കിയാൽ ഈ കോടിക്കണക്കിനുള്ള ജനമാണ് ഭാരതമാതാവ് എന്ന് പറയുന്നത്. അവരുടെ ജയം എന്ന് വെച്ചാൽ ഈ ജനത്തിൻ്റെ ജയം എന്നാണ് അർത്ഥം. ഓക്കെ, you are parts of this Bharat Mata. I told them, you are in a manner yourselves Bharat Mata, and as in this idea slowly soaked into their brains, their eyes would light up as if they had made a great discovery. എന്താ പറയുന്നത്, നിങ്ങൾ ഈ ഭാരതമാതാവിൻ്റെ അംശങ്ങളാണ്, ഒരു വിധത്തിൽ നിങ്ങൾ തന്നെയാണ് ഭാരതമാതാവ് എന്ന് ഞാൻ അവരോട് പറയും. ഈ ആശയം പതുക്കെ അവരുടെ തലച്ചോറിൽ കിനിഞ്ഞു ചെന്നെത്തുമ്പോൾ ഒരു വമ്പിച്ച കണ്ടുപിടുത്തം സാധിച്ചെന്ന പോലെ അവരുടെ കണ്ണുകൾ പ്രകാശിക്കുമെന്നാണ് ഇന്ത്യയെ കണ്ടെത്താൻ എന്ന ഭാഗത്ത് ജവഹർലാൽ നെഹ്റു പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇന്ത്യക്കാർക്കിടയിലുള്ള ദേശീയത വളർത്തിയെടുക്കേണ്ടതിൻ്റെയൊക്കെ ആവശ്യകത നമുക്കിതിൽ നിന്ന് വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാകുന്നൊരു കാര്യമാണ്. ഓക്കെ, ദെൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് വർ ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് നാഷണലിസം എമംഗ് ഇന്ത്യൻസ്? ഇന്ത്യക്കാർക്കിടയിൽ ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച ഘടകങ്ങൾ നമ്മളിപ്പം പറഞ്ഞതിലുണ്ട്. അത് പോയിൻ്റായിട്ട് എഴുതിയിട്ട് എന്ത് ചെയ്യുക, ഹോംവർക്കായിട്ട് എനിക്ക് അയച്ചു തരേണ്ടതാണ്. ഓക്കെ, ദ ഡെവലപ്മെൻറ്റ് ഓഫ് നാഷണലിസം ആക്സിലറേറ്റഡ് ഇന്ത്യൻസ് എഫേർട്സ് ടു ലിബറേറ്റ് ഫ്രം ബ്രിട്ടീഷ്. ദിസ് എൻഹാൻസ്ഡ് ദ റെലവൻസ് ഓഫ് വേരിയസ് മൂവ്മെൻറ്റ്സ് ഫോർ ഇൻഡിപെൻഡൻസ്. ദേശീയബോധം വളർന്നതോടെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചനം നേടാനുള്ള ഇന്ത്യക്കാരുടെ പ്രവർത്തനങ്ങൾക്ക് എന്തായി, ആക്കം കൂടി. ഇത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച സാഹിത്യകാരന്മാർ ഒരുപാട് പേരുണ്ട്. ബങ്കിം ചന്ദ്ര ചാറ്റർജി ഉണ്ട്, രവീന്ദ്രനാഥ് ടാഗോർ ഉണ്ട്, മുഹമ്മദ് ഇക്ബാൽ ഉണ്ട്, ലക്ഷ്മിനാഥ് ബെസ്ബറുവ ഉണ്ട്, അൽതാഫ് ഹുസൈൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ ദേശീയതയുടെ വളർച്ചയ്ക്ക് സഹായിച്ച പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാർ. ഓക്കെ, അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ദെൻ ഫോർമേഷൻ ഓഫ് അസോസിയേഷൻസ്. ഫോർമേഷൻ ഓഫ് അസോസിയേഷൻ ആ ഒരു ഭാഗമാണ് നമുക്കിനി നോക്കാനുള്ളത്. ഫോർമേഷൻ ഓഫ് അസോസിയേഷൻ ഇപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. എ നമ്പർ ഓഫ് റീജിയണൽ ഓർഗനൈസേഷൻസ് came into existence at various parts of India as a result of this growing awakening. Madras Native Association, Pune Sarvajanik Sabha and Indian Association were a few among them. All these organizations gave priority to the regional problem. This necessitated forming a national organization. അപ്പോൾ ദേശീയബോധം വളർന്നതോടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സംഘടനകളുടെ രൂപീകരണത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇന്ത്യക്കാർക്കിടയിലുണ്ടായ ഉണർവിൻ്റെ ഫലമായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പ്രാദേശിക സംഘടനകൾ രൂപം കൊണ്ടിട്ടുണ്ട്. മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂന സാർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ തുടങ്ങിയവ അവയിൽ ചിലതാണ്. എന്നാൽ ഇവയെല്ലാം പ്രാദേശിക ആവശ്യങ്ങൾക്കായിരുന്നു മുൻഗണന നൽകിയിരുന്നത്. ദേശീയതലത്തിൽ ഒരു സംഘടന രൂപീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത അക്കാലത്ത് ഉയർന്നു വരികയും ചെയ്തു. അപ്പോൾ എങ്ങനെയൊക്കെയാണ് സംഘടനാ രൂപീകരണം നമ്മുടെ ഇന്ത്യയിൽ ആവശ്യമായി വന്നത് എന്നതിനെക്കുറിച്ചാണ് എവിടെ എന്ത് ചെയ്യുന്നത്, പരാമർശിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്കാർക്കിടയിൽ ഉണർവിൻ്റെ ഫലമായി പല ഭാഗങ്ങളിലും ഇത്തരം സംഘടനകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ആ സംഘടനകളുടെ പേര് ഓർമ്മിക്കുക: മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂന സാർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ. എന്നാൽ ഇവയെല്ലാം പ്രാദേശികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സംഘടനകളായിരുന്നു. ദേശീയതലത്തിൽ ഒരു സംഘടന രൂപീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത അക്കാലത്ത് ബലപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് എന്ത് വരുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ദ ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നമുക്കിനി അതാണ് നോക്കേണ്ടത്, ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. 72 representatives of various organizations across India assembled in the vast auditorium of Tejpal Sanskrit College, Bombay on 28 December 1885. They were of diverse attire, religion and language. W.C. Banerjee presided over this meeting initiated by the former British civil servant A.O. Hume. The Indian National Congress was formed in this meeting. Okay. അപ്പം 1885 ഡിസംബർ 28 ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായൊരു മുറി,
ഇവിടെ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 72 പേരാണ് ഒത്തുകൂടിയത്. അവർ പല വേഷക്കാരും പല മതക്കാരും പല ഭാഷക്കാരുമായിരുന്നു. അതേപോലെ വ്യത്യസ്ത സംഘടനകളെ പ്രതിനിധീകരിച്ചെത്തിയ അവർ WC ബാനർജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഒരു യോഗത്തിൽ പങ്കെടുക്കുകയാണ്. A.O. ഹ്യൂം എന്ന മുൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഇത്തരമൊരു യോഗം വിളിച്ചുകൂട്ടുവാൻ മുൻകൈയെടുത്തത്. ഈ യോഗത്തിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്യാണ്, രൂപീകരിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചതെന്നാണ് പറഞ്ഞത്. ഓക്കെ, സംശയമില്ലാതെ വിചാരിക്കുന്നു. 1885 ഡിസംബർ 28 ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിലെ ഓഡിറ്റോറിയം. ഇവിടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 72 പേർ ഒത്തുകൂടിയിരുന്നു. അവർ പല വേഷക്കാരും പല മതക്കാരും പല ഭാഷക്കാരുമായിരുന്നു. വ്യത്യസ്ത സംഘടനകളെ പ്രതിനിധീകരിച്ചെത്തിയ അവർ WC ബാനർജിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. A.O. ഹ്യൂം എന്ന മുൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഇത്തരം ഒരു യോഗത്തിൽ വിളിച്ചുകൂട്ടാൻ മുൻകൈയെടുത്തത്. ഈ യോഗത്തിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത്. ഇനി നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കാനുള്ളത്. ടു പ്രൊമോട്ട് ഫെലോ ഫീലിംഗ് എമംഗ് ദ വളണ്ടിയേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി കൺട്രി. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബോധം വളർത്തുക എന്നതാണ് ഒന്നാമത്തെ ലക്ഷ്യം. ഒരു സൗഹൃദ ബോധം വളർത്തിയാൽ മാത്രമാണ് അവർക്കിടയിലുള്ള ഐക്യം എന്ത് ചെയ്യാൻ പറ്റും, മെച്ചപ്പെടുത്താൻ പറ്റും. അതാണ് ഒന്നാമത്തത്. ടു ഡെവലപ്പ് എ നാഷണൽ സ്പിരിറ്റ് ബിയോണ്ട് ദ റിലീജിയസ്, കാസ്റ്റ് ആൻഡ് റീജിയണൽ ലോയൽറ്റീസ്. എന്താ പറയുന്നത്, ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയബോധം വളർത്തുക. അപ്പം ജാതിക്കും മതത്തിനും പ്രാദേശികമായ ചിന്തകൾക്കും അപ്പുറം രാജ്യമെന്ന ഒരു ദേശമെന്നൊരു ബോധം വളർത്തിയെടുക്കുക എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം. ദെൻ തേർഡ്, ടു ബ്രിങ് ദ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യൻസ് ടു ദ നോട്ടീസ് ഓഫ് അതോറിറ്റീസ്. ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ടൊരു ലക്ഷ്യവും എന്ത് ചെയ്യുക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഉണ്ടായിരുന്നു. ഓക്കെ, ദെൻ with the formation of Indian National Congress, the agitations against the British attained an organized nature. Such organized agitations against the British power can be called a national movement. Based on the style and strategies of the agitations, the national movement can be divided into 3 parts. ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തോടെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന്, അജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സമരത്തിന് സംഘടിതമായൊരു സ്വഭാവം കൈവന്നു. ഇപ്പോൾ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് നീങ്ങാൻ തുടങ്ങി. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന സംഘടിത പ്രക്ഷോഭങ്ങളെ എന്തെന്ന് വിളിക്കുന്നു? യെസ്, ദേശീയ പ്രസ്ഥാനം എന്ന് വിളിക്കാം. അതാണ് സച്ച് ഓർഗനൈസ്ഡ് അജിറ്റേഷൻ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് പവർ ക്യാൻ ബി കോൾഡ് നാഷണൽ മൂവ്മെൻറ്റ്. ഓക്കെ, അതാണ് സംഘടിതമായ പ്രക്ഷോഭങ്ങളെയാണ് നമ്മൾ ദേശീയ പ്രസ്ഥാനം എന്ന് വിളിക്കുന്നത്. സമരരീതികളുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ 3 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന്, ദ പീരീഡ് ഓഫ് മോഡറേറ്റ് നാഷണലിസം, എന്താണ്, മിതവാദ ദേശീയതയുടെ കാലഘട്ടം. 2, ദ പീരീഡ് ഓഫ് എക്സ്ട്രീം നാഷണലിസം, തീവ്ര ദേശീയതയുടെ കാലഘട്ടം. ദെൻ തേർഡ് വൺ, ഗാന്ധിയൻ കാലഘട്ടം. അപ്പോൾ 3 ഫേസസ് ആയിട്ടാണ് ഈ നാഷണൽ മൂവ്മെൻറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തെ തരംതിരിച്ചിരിക്കുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? 1, മിതവാദ ദേശീയതയുടെ കാലഘട്ടം, അതാണ് ദ പീരീഡ് ഓഫ് മോഡറേറ്റ് നാഷണലിസം. 2, തീവ്ര ദേശീയതയുടെ കാലഘട്ടം, ദ പീരീഡ് ഓഫ് എക്സ്ട്രീം നാഷണലിസം. 3, ഗാന്ധിയൻ കാലഘട്ടം. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കുക, ഇതെങ്ങനെയൊക്കെ ഉൾപ്പെടുന്നതെന്ന് നോക്കാം. ദ പീരീഡ് ഫ്രം 1885 to 1905 വാസ് മോഡറേറ്റ് നാഷണലിസം. 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടമാണ് മിതവാദ ദേശീയത. ഓക്കെ, അപ്പം മിതവാദ ദേശീയതയുടെ ഭാഗമാണ് 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടം. ദി ലീഡേഴ്സ് ഓഫ് ദിസ് പീരീഡ് വേർ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ്. ദ പ്രോമിനൻറ്റ് അമംഗ് ദം വേർ ദാദാഭായ് നവറോജി, ഗോപാൽ കൃഷ്ണ ഗോഖലെ, അതേപോലെ തന്നെ ബദ്രുദ്ദീൻ തയ്യബ്ജി ആൻഡ് ഫിറോസ് ഷാ മേത്ത. ഇതിൽ ഏറ്റവും പ്രമുഖരായിരുന്നു ദാദാഭായ് നവറോജി, അതേപോലെ തന്നെ ഗോപാലകൃഷ്ണ ഗോഖലെ, ബദ്രുദ്ദീൻ തയ്യബ്ജി ആൻഡ് ഫിറോസ് ഷാ മേത്ത. ഇവരായിരുന്നു ഇതിലെ പ്രധാനപ്പെട്ട നേതാക്കൾ. Their policy was to bring the common problems and demands to the notice of British government by means of petitions, resolutions and protests. Unfortunately, the British officials did not properly consider them. അപ്പം പരാതികളിലൂടെയും പ്രമേയങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും എന്ത് ചെയ്യുക, പൊതു ആവശ്യങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇവർ ശ്രമിച്ചത്. പക്ഷേ ഈ ആവശ്യങ്ങൾ ബ്രിട്ടീഷ് അധികാരികൾ എന്ത് ചെയ്യുക, വേണ്ട രൂപത്തിൽ പരിഗണിച്ചില്ല. ഓക്കെ, അപ്പോൾ ഈ വ്യക്തികളും അവരെ നിന്ന് എങ്ങനെയാണ് പ്രശ്നങ്ങൾ എന്ത് ചെയ്യാണ് അധികാരികളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചതും എന്നുമാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഓക്കെ, These leaders studied the root causes of the poverty in British India and these studies formed the ideological base of the national movement. മാത്രമല്ല ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യ ദരിദ്രമായത് എങ്ങനെയാണെന്ന് അവർ പഠിച്ചു. ഇവർ നടത്തിയ പഠനങ്ങളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ആശയപരമായൊരു അടിത്തറ നൽകിയത്, ഒരു സ്ട്രക്ചർ നൽകിയത്. ഓക്കെ, ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു തിയറി അവിടെ കാണാം, ചോർച്ചാ സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ തിയറി.
ഡ്രെയിൻ തിയറി ഈസ് ദ മേജർ കോൺട്രിബ്യൂഷൻ ഓഫ് ദാദാബായ് നവറോജി. ദാദാബായ് നവറോജിയുടെ പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണിത്. ദർ വാസ് എ ഡ്രെയിൻ ഓഫ് വെൽത്ത് ഫ്രം ഇന്ത്യ ടു ഇംഗ്ലണ്ട് ഡ്യൂറിങ് കൊളോണിയൽ റൂൾ. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് പലതരത്തിൽ ചോർത്തിക്കൊണ്ടുപോവുകയായിരുന്നു ഈ പറയുന്ന കോളനി ഭരണകാലത്ത്. ഇറ്റ് വാസ് മെയിൻലി ഇൻ ദ ഫോം ഓഫ് സാലറി, ടാക്സസ് ആൻഡ് ഗിഫ്റ്റ്. ശമ്പളമായിട്ടും സമ്മാനമായിട്ടും നികുതിയായിട്ടൊക്കെയാണ് ഇത് ഇംഗ്ലണ്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഹി പ്രൂവ്ഡ് ദാറ്റ് എക്കണോമിക് ഡ്രെയിൻ അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ ഈസ് ദ റൂട്ട് കോസ് ഓഫ് പോവേർട്ടി ഇൻ ഇന്ത്യ. അപ്പോൾ ഈ ഒരു ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ഈ ചോർച്ചയാണെന്നാണ് ആര് കണ്ടെത്തിയത്? ദാദാബായ് നവറോജി സമർത്ഥിച്ചത്. അതാണ് ചോർച്ചാ സിദ്ധാന്തം. അപ്പം ഇംഗ്ലണ്ടിലേക്ക് പോകുന്ന സമ്മാനമായിട്ടും ശമ്പളമായിട്ടും നികുതിയായിട്ടും പോകുന്ന ഈ ഒരു ഒഴുക്ക് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കത്തിന് കാരണമായിട്ടുണ്ട്. ഇതാണ് ഇന്ത്യയിലുള്ള സമ്പത്ത് ചോരാനുള്ളൊരു കാരണം, അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക ചോർച്ചയുടെ കാരണമെന്ന് ആര് സമർത്ഥിച്ചു? ദാദാബായ് നവറോജി. ഇതാണ് ഡ്രെയിൻ തിയറി എന്ന് പറയുന്നത്, ചോർച്ചാ സിദ്ധാന്തം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ വാട്സപ്പിൽ പേഴ്സണലി കോൺടാക്ട് ചെയ്യാൻ വിട്ടുപോകരുത്. ഓക്കെ, ഇനി അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ. പാർട്ടീഷൻ ഓഫ് ബംഗാൾ. എന്താണ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞാൽ? ബംഗാൾ വിഭജനം. ഓക്കെ, എന്താണ് ബംഗാൾ വിഭജനം? ശ്രദ്ധിക്കുക, അത് കൂടെ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ദ സീറ്റ്സ് ഓഫ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇൻ ഇന്ത്യ വാസ് Bengal. People of Bengal had been living like brothers. They had been carrying out various activities against the policies of British government. ബംഗാൾ കേന്ദ്രമാക്കിയാണ് ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ ഭരണം നടത്തിയത് നമുക്കറിയുന്നതാണ്. വിവിധ ജനവിഭാഗങ്ങളിൽപ്പെട്ട ഇവിടുത്തെ ജനങ്ങൾ വളരെയധികം സൗഹൃദത്തോടെയാണ് കഴിഞ്ഞു പോയിരുന്നത്. സഹോദരന്മാരെ പോലെയാണ് അവർ കഴിഞ്ഞിരുന്നത്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ എതിർക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്? നടത്തുകയും ചെയ്തിട്ടുണ്ട്. In 1904, the Secretary of Home Affairs, the Secretary of Home Affairs ആരാണ് ഇതിൻ്റെ സെക്രട്ടറി ഓഫ് ഹോം അഫയേഴ്സ്? ആരായിരുന്നു? ഇവിടെ പറയുന്നുണ്ടല്ലേ. ഇൻ 1904 ദ സെക്രട്ടറി ഓഫ് ഹോം അഫയേഴ്സ് റീസെൻ്റ്ലി ഒബ്സർവ്ഡ് ബംഗാൾ യുണൈറ്റഡ് as power, ബംഗാൾ ഡിവൈഡർ will pull several different ways. എന്താ പറയുന്നത് നോക്കൂ, ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും. 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റെസ്ലെ ബംഗാളിൽ നിലനിന്നിരുന്ന ജനതയുടെ ഐക്യത്തെക്കുറിച്ച് നിരീക്ഷിച്ചതാണ്. അപ്പം എന്താണ് നിരീക്ഷണം എന്നൊന്നും കൂടി നോക്കാം. ഇൻ 1904 ദ സെക്രട്ടറി ഓഫ് ഹോം അഫയേഴ്സ് ആഭ്യന്തര സെക്രട്ടറി ആയിട്ടുള്ള റെസ്ലെ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കൂ, അല്ലെങ്കിൽ എന്താണ് നിരീക്ഷിച്ചത് നോക്കൂ. ബംഗാൾ യുണൈറ്റഡ് ഈസ് ദ പവർ. എന്താ പറയുന്നത്? ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ഓക്കെ, ബംഗാൾ ഡിവൈഡഡ് വിൽ പുൾ സെവറൽ ഡിഫറെൻറ്റ് വേസ്. പിന്നെന്താ പറഞ്ഞത്? ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. വൺ ഓഫ് അവർ മെയിൻ ഒബ്ജക്റ്റീവ് ഇസ് ടു സ്പ്ലിറ്റ് അപ്പ് ആൻഡ് ദെർബൈ വീക്കൺ എ സോളിഡ് ബോഡി ഓഫ് ഓപ്പണൻസ് ടു അവർ റൂൾ. അപ്പോൾ എന്താ? വിഭജിച്ചാൽ ശക്തി കുറയും, നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റെസ്ലെ ബംഗാളിൽ നിലനിന്നിരുന്ന ജനതയുടെ ഐക്യത്തെക്കുറിച്ച് നിരീക്ഷിച്ചതാണ് ഈ പറയുന്നത്. ഓക്കെ, The British officials treated Bengal as a growing power against the British rule. മാത്രമല്ല ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഉയർന്നു വരുന്ന ശക്തിയായാണ് ബംഗാളിനെ അധികാരികൾ കണ്ടത്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഉയർന്നു വരുന്ന ഒരു ശക്തിയായിട്ടാണ് ബംഗാളിനെ അധികാരികൾ കണ്ടത്. ഈ സാഹചര്യത്തിൽ the British officials treated Bengal as the growing power against British rule. In this background, the Viceroy Lord Curzon divided Bengal in 1905. ഈ സാഹചര്യത്തിലാണ് വൈസ്രോയി ആയിട്ടുള്ള കാഴ്സൺ പ്രഭു 1905 ബംഗാളിനെ രണ്ടായി വിഭജിക്കുന്നത്. The British officials treated Bengal as the growing power against the British. അപ്പം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ വളർന്നു വരുന്ന ശക്തിയായിട്ടാണ് ആരെ കണ്ടത്? ബംഗാളിനെ കണ്ടത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വൈസ്രോയി ആയിട്ടുള്ള ലോർഡ് കേഴ്സൺ എന്ത് ചെയ്തത്? ബംഗാളിനെ 1905 എന്ത് ചെയ്യുന്നത്? രണ്ടായി വിഭജിക്കുന്നത്. ഓക്കെ, 1905 ആരാണ് ബംഗാളിനെ രണ്ടായി വിഭജിക്കുന്നത്? വൈസ്രോയി ആയിട്ടുള്ള കാഴ്സൺ പ്രഭുവാണ് വിഭജിക്കുന്നത്. അതിനുള്ളൊരു കാരണം ബ്രിട്ടീഷുകാർക്കെതിരെ വളർന്നു വരുന്ന ഒരു ശക്തിയായി മാറിക്കഴിഞ്ഞിരുന്നു ബംഗാൾ. ഓക്കെ, അപ്പോൾ ആ വിഭജിച്ച സമയത്തുള്ള മാപ്പാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നല്ലോണം നിരീക്ഷിക്കുക. ഓക്കെ, The national dailies, poets and social leaders strongly opposed the partition. ദേശീയ പത്രങ്ങളും കവികളും സാമൂഹ്യ പ്രവർത്തകരും ബംഗാൾ വിഭജനത്തെ എതിർത്തു. The great poet Rabindranath Tagore made his stand on the partition explicit. അതുമാത്രമല്ല മഹാകവിയായിട്ടുള്ള രവീന്ദ്രനാഥ് ടാഗോർ ബംഗാൾ വിഭജനത്തിനെതിരെ ദേശീയ നിലപാട് ഇങ്ങനെ വ്യക്തമാക്കി. എങ്ങനെയാണ് പറഞ്ഞത്?
He stated, the East and West Bengal are the two members of the same herd, which is made fertile by the Ganga and the Brahmaputra. It is the warm blood organizing from these vessels that flows through the arteries of the Bengalis. അപ്പോൾ നോക്കൂ നിങ്ങൾ, പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ട് അറകളാണെന്നാണ് പറയുന്നത്. അതേപോലെ ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലപുഷ്ടമാക്കുന്നതുമായ രണ്ട് അറകളാണിത്. ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചുടുരക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത് എന്നാണ് മഹാകവിയായിട്ടുള്ള രവീന്ദ്രനാഥ് ടാഗോർ നമ്മുടെ ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധം എന്നുള്ള രീതിയിൽ പറഞ്ഞത്. അപ്പോൾ എന്താണ് ബംഗാൾ വിഭജനം എന്നുള്ളത് മനസ്സിലായി വിചാരിക്കുകയാണ്. ബംഗാൾ കേന്ദ്രമാക്കി പ്രവർത്തിക്കുകയായിരുന്ന ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത്. ബംഗാൾ കേന്ദ്രമാക്കിയാണ് എന്ത് ചെയ്തത്, ഭരണം നടത്തിയെന്ന് ഓർമ്മിക്കുക. വിവിധ ജനവിഭാഗങ്ങളിൽപ്പെട്ട ഇവിടുത്തെ ജനങ്ങൾ സഹോദരന്മാരെ പോലെയാണ് കഴിഞ്ഞത്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ എതിർക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ അവിടെ നടന്നിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണെന്ന് ആഭ്യന്തര സെക്രട്ടറി റസ്ലർ തിരിച്ചറിയുന്നു. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയുമെന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ബ്രിട്ടീഷിനെതിരെയുള്ള ശക്തിയായി വളർന്നു വരുന്നതൊക്കെ കണ്ടത് മനസ്സിലാക്കിയാണ് 1905 വൈസ്രോയി ആയിട്ടുള്ള കാഴ്സൺ പ്രഭു എന്ത് ചെയ്യുന്നത്, ബംഗാളിനെ രണ്ടായി വിഭജിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ് പറഞ്ഞുകൊണ്ട് ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ പേഴ്സണലായിട്ട് എന്ത് ചെയ്യുക, കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ.